ഞങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളുണ്ടല്ലോ, ഞങ്ങൾ എന്തുവാ ചെയ്യുന്നത് മുന്നേ ഞങ്ങളുണ്ടല്ലോ, ഞങ്ങൾ ഇന്ന് വൈകിട്ടത്തെ ചെറിയൊരു പരിപാടിയാണ്. ചെറിയ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഞങ്ങൾ ചെയ്യുന്നത്? വൈകിട്ടത്തെ കുക്കിംഗ് അല്ലേ. ഞങ്ങൾ വൈകിട്ടത്തെ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ പൊന്നൂസ് കണ്ട അവിടെ ചപ്പാത്തിയൊക്കെ, നമ്മുടെ കുട്ടൂസ് ചപ്പാത്തിയൊക്കെ പരത്തുന്നുണ്ട് കേട്ടാ. ചപ്പാത്തി, അപ്പൊ ഞങ്ങൾക്ക് ഇന്ന് വൈകിട്ട് ചപ്പാത്തിയാണ്. നമ്മുടെ പൊന്നൂസ് ഇവിടെ ഇരുന്ന് സോസേജ് ഒക്കെ അരിയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങളുടെ ചപ്പാത്തിക്കുള്ള സ്പെഷ്യൽ കറിയാണ് സോസേജ്. ഇതാണ് സോസേജ്. അപ്പൊ ഞങ്ങൾ സോസേജ് റോസ്റ്റ് ഉണ്ടാക്കാൻ പോകും കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയൊരു വീഡിയോ നമ്മൾ കാണിച്ചു തരാം. അതാ നമ്മുടെ പൊന്നൂസ് ചപ്പാത്തി, കുട്ടൂസ് സോസേജ് അരിയുന്നു. അപ്പൊ ഞാനിതൊക്കെ കണ്ടോണ്ടിരിക്കുന്നു. അല്ലല്ല, ഞാനാണിന്ന് കറി വെക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ചപ്പാത്തി സോസേജ് കറിയാണ്, സോസേജ് റോസ്റ്റ് ആണ് കേട്ടോ. സോസേജും ഉരുളക്കിഴങ്ങും കൂടെ ഒരു റോസ്റ്റ് ഉണ്ടാക്കാൻ പോയി ഞങ്ങൾ. അല്ലേ പൊന്നൂസേ? അതെ, പക്ഷേ ഇത് സിമ്പിളാണ് കേട്ടോ. വളരെ എന്താ നൈസായിട്ടുള്ള സാധനമല്ല. ഇത് ചിക്കനാണ്, ചിക്കൻ സോസേജ് ആണ്. അപ്പൊ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് അരിയാം. പിച്ചാത്തി ഒന്ന് വെച്ചു കൊടുത്താൽ മതി, അരിഞ്ഞു പൊക്കോളൂ അല്ലേ. പിന്നെ എന്നാ കാണിച്ച്, കൈ പിടിച്ചല്ല, താഴെ വെച്ചറിഞ്ഞ. കണ്ടോ കണ്ടോ, അത്ര സോഫ്റ്റ് ആണ് അല്ലേ. അപ്പൊ എന്താണെങ്കിലും ഞങ്ങളെ സോസേജ് റോസ്റ്റ് ഉണ്ടാക്കുന്നത് കണ്ടാലോ, അല്ലേ മുന്നസേ? അപ്പൊ ഞങ്ങൾ ഇതൊരു സ്പെഷ്യലായിട്ട് സോസേജും ഉരുളക്കിഴങ്ങും കൂടെ മിക്സ് ചെയ്താണ് വെക്കുന്നത്. അതെ, അപ്പൊ നമ്മൾ ഉരുളക്കിഴങ്ങ്, ഒരു ഉരുളക്കിഴങ്ങാണ് മുന്നസേ, ഒന്നല്ലേ, ഒരു വലിയ ഉരുളക്കിഴങ്ങ്, പിന്നെ ഒരു വലിയ തക്കാളി, പിന്നെ 2 സവോള, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി, ഇത്രയുമാണ് ഇതിന് നമുക്ക് വേണ്ടത് കേട്ടോ. പിന്നെ ഒരു പാക്കറ്റ് സോസേജ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ സോസേജും ഉരുളക്കിഴങ്ങും കൂടെയുള്ള ഒരു റോസ്റ്റ് അല്ലേ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ? സോസേജ് ഉണ്ടാക്കുന്നത് കണ്ടാലോ? നമുക്ക് 3 കൂടെ എത്ര ചപ്പാത്തി വേണ്ടി വരും? 10 അല്ലേ? 10 മതി. അപ്പൊ നമ്മുടെ സോസേജ് ഉരുളക്കിഴങ്ങ് റോസ്റ്റ് ഇവിടെ തുടങ്ങുകയാണ്. ഇതാ നമ്മൾ ഒരു പാത്രം വെച്ചിട്ട് കുറച്ച് എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തു കേട്ടോ. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ആ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പൊ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ സവോള ഉണ്ടല്ലോ, സവോള ആദ്യം നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. സവോള ഇട്ട് കൊടുത്തിട്ട് സവോള നല്ലവണ്ണം ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കാം നമുക്ക്. അപ്പോൾ സവോള നല്ലോണം ഒത്തിരി ഒന്ന് ഫ്രൈ ആകണ്ട, ഒന്ന് പകുതി ഒന്ന് ഇങ്ങനെ വഴണ്ടി വന്നിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവോള ഏകദേശം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി, നമ്മൾ ചെറിയ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഉണ്ട്, അത് നമ്മൾ അതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ഇട്ട് കൊടുത്തിട്ട് പതുക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അത് അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് അതിനകത്ത് ഇട്ട് കൊടുക്കുക. ഉരുളക്കിഴങ്ങാണ് നമ്മൾ ആദ്യം ഇടുന്നത്, കാരണം ഉരുളക്കിഴങ്ങ് വെന്ത് വരാൻ കുറേ സമയം എടുക്കും. സോസേജ് വേകാൻ അധികം സമയമൊന്നും വേണ്ട, വളരെ കുറച്ച് സമയം മതി. അപ്പോൾ ഉരുളക്കിഴങ്ങ് നമ്മൾ ശരിക്കും ഫ്രൈ ചെയ്ത് ഉപയോഗിക്കുകയാണ് കേട്ടോ, നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയി വരുന്നുണ്ട്, കണ്ടില്ലേ? ഈ ഒരു രീതിയിലായിട്ട് വന്നിട്ടുണ്ട്. ചെറിയ രീതിയിൽ നിന്ന് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ കൂട്ടത്തിൽ തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സോസേജ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സോസേജ്, നമ്മുടെ അതിനകത്തോട് ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് സോസേജ് ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് ഫ്രൈ ആയി പറഞ്ഞു നമുക്ക്. അപ്പോൾ ഈ സോസേജ് ഫ്രൈ ആകുമ്പോൾ നമുക്കറിയാൻ പറ്റും, സോസേജ് ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് നല്ലോണം പൊങ്ങി വരുന്നത്. അപ്പോൾ നമ്മുടെ സോസേജ് നല്ലോണം ഫ്രൈ ആയി വരുന്നുണ്ട്. ഇത് കണ്ടില്ലേ, നമ്മുടെ സോസേജ് നല്ലോണം വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കണ്ടീഷനിലാകുമ്പോൾ നമുക്ക് നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാം.
തക്കാളി ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നല്ലവണ്ണം വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എണ്ണയിൽ തന്നെയാണ് ഇത് ഫ്രൈ ചെയ്ത് എടുത്ത് വേവിക്കുക ചെയ്തത് കേട്ടോ. നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. സോസേജ് ഓൾറെഡി വേവിച്ച് വന്നത് തന്നെയാണ് സോസേജ്. പിന്നെ നമ്മൾ കുറച്ചും കൂടെ നമ്മൾ വേവിച്ചെടുക്കുന്നു. അപ്പോൾ നമ്മുടെ തക്കാളിയും കൂടി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലവണ്ണം ഒന്ന് കുഴഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ തക്കാളി ഇട്ടതിന് ശേഷം നമ്മുടെ സോസേജ് നല്ലവണ്ണം ഒന്ന് എന്താ പറയുക ഒന്ന് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ മസാലകൾ നമ്മൾ ചേർക്കാൻ പോവാണ്. നമ്മൾ ആദ്യം കുറച്ച് മുളക് പൊടി, നമ്മൾ ആവശ്യത്തിന് മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 സ്പൂൺ മുളക് പൊടി ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2.5 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇത് കാശ്മീരി മുളക് പൊടിയാണ്, അതുകൊണ്ട് അധികം എരിവില്ല. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, അതുപോലെ നമ്മൾ കുറച്ച് മല്ലിപ്പൊടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് എരിവിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട്. എരിവിനും ടേസ്റ്റിനും ഒക്കെ നല്ലതാണ്. ഒരു പാകത്തിന് കുരുമുളക് പൊടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ നാടൻ മസാലകൾ പൊടിച്ചതാണ്, നമ്മുടെ ഗരം മസാല. അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മസാലകളെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ആക്കണം. ഇപ്പൊ ഏകദേശം കണ്ടില്ല, ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും. കണ്ടില്ല, ഇതുപോലൊരു നല്ല ഡ്രൈ പരുവത്തിൽ നമുക്ക് കിട്ടും. അപ്പൊ ഇത് നമ്മൾ നല്ലോണം മസാല ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പൊ ഇനി നമ്മൾ ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് നല്ലോണം നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ കണ്ടില്ല, നമ്മുടെ മസാലയൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇപ്പോഴാണ് നമ്മൾ കുറച്ച് ലേശം വെള്ളം നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതാ ഒരു കപ്പ് വെള്ളം നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുത്തിട്ട് ഏകദേശം ഈ ഒരു പരുവത്തിലാണ്. നല്ല തിക്കൊന്നുമല്ല. ഇനി ഈ വെള്ളം വെന്ത് ഒന്ന് റോസ്റ്റ് പരുവത്തിലാകുമ്പോൾ നമുക്ക് നിർത്താം. അപ്പോൾ നമ്മുടെ റോസ്റ്റിന്റെ വെള്ളമൊക്കെ പറ്റി, നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ പറ്റി നല്ല കുറുകിയിട്ട് ഇപ്പം നല്ല തിക്ക് ഗ്രേവി, നല്ല റോസ്റ്റിന്റെ ആ പരുവത്തിലെത്തിയിട്ടുണ്ട്. അതാ നോക്കിക്കോ, ഇതാ വെള്ളമൊന്നുമില്ല, അതാ നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവി നമുക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ പരിപാടി ഏകദേശം കഴിഞ്ഞു. പിന്നെ ഇനി നമുക്ക് ലാസ്റ്റ് ചേർക്കാൻ പോകുന്നത് നമ്മൾ കുറച്ച് മല്ലിയില നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകണം. മല്ലിയില നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ റോസ്റ്റിൻ്റെ പണി ഏകദേശം കഴിഞ്ഞു. മല്ലിയില ചേർത്തതിന് ശേഷം നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. നല്ല അടിപൊളിയായിട്ട് ഗ്രേവിയൊക്കെ പറ്റി നല്ല റോസ്റ്റ് പരുവത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ മല്ലിയില ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് നമുക്ക് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഈ സോസേജ് ആയതുകൊണ്ട് ഇതിനകത്ത് നമ്മൾ കറിവേപ്പില ചേർത്തിട്ടില്ല, നമ്മൾ കടുക് ഇട്ടിട്ടില്ല, മല്ലിയില മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ ഇടാം. പിന്നെ പച്ചമുളക് ഇട്ടിട്ടില്ല. പച്ചമുളക് നമ്മുടെ പൊന്നൂസിന് ഭയങ്കര എരി ഒട്ടും പറ്റത്തില്ല അവന്, അതുകൊണ്ട് കുറച്ച് കുരുമുളക് പൊടി മാത്രം നമ്മൾ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരി ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഇന്നത് നമുക്ക് പച്ചമുളക് ചേർക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി സോസേജ് ഉരുളക്കിഴങ്ങ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഴിഞ്ഞു, നമ്മുടെ പരിപാടി കഴിഞ്ഞു. അടുപ്പ് നമ്മൾ ഓഫ് ചെയ്തു. ഇതാണ് നമ്മുടെ സോസേജ് ഉരുളക്കിഴങ്ങ് റോസ്റ്റ്. കണ്ട നല്ല അടിപൊളിയാക്കി വന്നിട്ടുണ്ട്. പൊന്നൂസേ എങ്ങനെയുണ്ട് കറി? നല്ല മണം വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇനി ഇതും കൂട്ടി നമ്മൾ ചപ്പാത്തി കഴിക്കാൻ പോവാം കേട്ടോ. ഞാനും പൊന്നൂസും കൂട്ടൂസും കൂടെ നമ്മുടെ ഈ സോസേജ് ഉരുളക്കിഴങ്ങ് റോസ്റ്റ് ചേർത്ത് ചപ്പാത്തി കഴിക്കാൻ പോവാണ്. പൊന്നൂസേ ചപ്പാത്തി കഴിച്ചാലോ?
അപ്പൊ നമ്മുടെ കൂട്ടുകാരെ നമ്മളെന്തല്ലോ നമ്മുടെ സോസേജ് റോസ്റ്റും നമ്മുടെ ചപ്പാത്തിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളിപ്പോ ഇതാ കഴിക്കുന്ന ആ ഒരു അതെ പൊന്നു സിംഗിനതൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടാ ഞങ്ങളുടെ ചപ്പാത്തി, ഞങ്ങളുടെ സോസേജും ഉരുളക്കിഴങ്ങും റോസ്റ്റും. അപ്പൊ ഞങ്ങൾ ഇന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. പൊന്നുസേ എങ്ങനെ ഉണ്ടായിരുന്നു? നോക്കട്ടെ. അമ്മയോട് ഒരു കാര്യം പറയട്ടെ. അമ്മ എനിക്ക് ഇത്ര വേണ്ട. അത്ര വേണ്ടേ? ഫസ്റ്റ് ആരാ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്? ആരാ ടേസ്റ്റ് ചെയ്യുന്നത് ഫസ്റ്റ്? ആരാ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യുന്നത്? അമ്മയോ? ഓക്കെ, പൊന്നൂസ് ടേസ്റ്റ് ചെയ്യണം ആദ്യം. സൂപ്പറാണോ? പപ്പ ഉണ്ടാക്കിയ സൂപ്പർ. ഇനി പൊന്നൂസ്. അപ്പൊ ഇനിയിപ്പോ ഞാൻ നമ്മുടെ സോസേജും നമ്മുടെ ചപ്പാത്തിയും കൂടെ ഞാൻ ഒന്ന് ട്രൈ ചെയ്യട്ടെ. നമ്മൾ ഉണ്ടാക്കിയ കറി നമ്മൾ തന്നെ ട്രൈ ചെയ്യാൻ പോകും. നമ്മുടെ ചപ്പാത്തിക്കകത്ത് ലേശം സോസേജ് ഇട്ടിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റ് കേട്ടോ, അടിപൊളി ടേസ്റ്റ്, നല്ല ടേസ്റ്റ്. ശരിക്കും പപ്പ അടിപൊളി കുക്കാ കേട്ടോ, നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും. അടിപൊളിയായിട്ട് ഫുഡൊക്കെ സൂപ്പറാ കേട്ടോ, അടിപൊളി ടേസ്റ്റ് ഉണ്ട്. അതായത് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ ഇത് ഫ്രൈ ചെയ്ത് തന്നെ എടുക്കണം. ഇത് സോസേജ് എപ്പോഴും ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ്. എന്നിട്ട് ലാസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എന്നിട്ട് ആ ഗ്രേവി ഒന്ന് തിക്കായി എടുത്താൽ മതി, അടിപൊളിയായിരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഭക്ഷണ രീതികൾ. ഞാനും കുട്ടൂസും ഇങ്ങനെ വൈകിട്ടൊക്കെ വന്നിട്ട് ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കും. ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടേ ഞാനും പോലീസും കൂടെ ഫുഡൊക്കെ ഉണ്ടാക്കും. അതെ, ഇപ്പൊ റംസാന്റെ സമയമാകുമ്പോൾ ഡ്യൂട്ടി ടൈമിംഗ് ഒക്കെ കുറവുണ്ട്. അപ്പൊ എന്താണെങ്കിലും ഞങ്ങളുടെ ഈ സോസേജ് റോസ്റ്റിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അല്ലേ? അതായത് നമ്മുടെ ABM ഫാമിലിയുടെ എല്ലാ വിശേഷങ്ങളും നമ്മുടെ കൂട്ടുകാർക്കും ഇഷ്ടപ്പെടുന്ന ഞങ്ങൾ വിചാരിക്കുന്നു. നിങ്ങൾ തരുന്ന സപ്പോർട്ടിനും നിങ്ങൾ തരുന്ന വലിയ പിന്തുണയ്ക്ക് ഞങ്ങൾ ഒരുപാട് നന്ദി പറയാണ് അല്ലേ വിന്നസേ? അപ്പോൾ എന്താണ് ഞങ്ങൾ തൽക്കാലം ഈ വീഡിയോ ഇവിടെ ഞങ്ങൾ നിർത്തുകയാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. തീർച്ചയായിട്ടും എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സോസേജ് ഇങ്ങനെ ഒന്ന് റോസ്റ്റ് ആക്കി ഒന്ന് അടിപൊളിയായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ വിന്നസേ? ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഞാൻ നമ്മൾ ചേർത്തതിലും കൂടുതലായിട്ട് നിങ്ങൾക്ക് മറ്റുള്ള എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് ചേർക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് ഇതിന് ടേസ്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. അപ്പൊ എന്താണെങ്കിലും നമുക്ക് പൊന്നാരി, അപ്പൊ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തിയാലോ അല്ലേ? അപ്പൊ എല്ലാവർക്കും ഒരു ബൈ പറഞ്ഞ് ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയുടെ വീണ്ടും കാണാം. കാണുന്നവർക്ക് എല്ലാവർക്കും അയ്യോ അത് മറക്കല്ലേ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ അതെ, ചാനൽ ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ പോലും മിസ്സാകാതെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും അല്ലേ? അപ്പൊ എന്താണെങ്കിലും മറ്റൊരു വീഡിയോ കാണാം. കാണുന്നവർക്ക് എല്ലാവർക്കും